എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പെപ്പർ ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ്. 1 കിലോ ചിക്കൻ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 സവോള ചോപ്പ് ചെയ്തെടുക്കുക. 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കണം. 4 പച്ചമുളക്, 10 അല്ലി വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് കറിവേപ്പില. അടുത്തതായിട്ട് ഒരു മസാല പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ ചൂടാക്കുക. ചൂടായ പാനിലോട്ട് 2 ടേബിൾ ടീസ്പൂൺ പെപ്പർ ഇട്ട് കൊടുക്കണം. 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 5 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട. ഇനി ഇത് ചെറിയ തീയിലിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. മസാലകൾ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. അതോടൊപ്പം തന്നെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മല്ലിയിലയും കൂടി ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു കളർ കിട്ടും കേട്ടോ. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. നമ്മുടെ മസാല പേസ്റ്റ് റെഡിയാണ്. ഇനി ഒരു പാൻ ചൂടാക്കാൻ വെക്കുക. ചൂടായ പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിവിടെ 3 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയൊന്ന് പെട്ടെന്ന് ഫ്രൈ ആയി വരാനാണ്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. സവോളയൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴച്ചു കൊടുക്കാം. അതിനുശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഒരു ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാല. ഇതും ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. മസാലയുടെ പച്ചമണം മാറിക്കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി ഈ മിക്സിലോട്ട് 1/4 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 1 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഗ്രേവി എല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനിയൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുക. തുറന്ന് വെച്ച് കുക്ക് ചെയ്യുക. അതിനുശേഷം മീഡിയത്തിലോട്ട് മാറ്റി അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനിൽ നിന്നുള്ള വെള്ളമെല്ലാം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് പിന്നെയും ഞാൻ അടച്ചു വെച്ച് തന്നെ ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്തിരുന്നു. ഇനി ഇത് തുറന്ന് വെച്ച് തന്നെ മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഞാനൊരു 5 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് കുക്ക് ചെയ്തെടുത്തു കേട്ടോ. ഇതിപ്പോൾ ഒരു ഗ്രേവി ടൈപ്പാണ്. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള പെപ്പർ ചിക്കനാണ് വേണ്ടതെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്താൽ മതി. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലോട്ട് കുറച്ച് കാഷ്യൂ പേസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. എണ്ണയൊന്ന് തെളിഞ്ഞു വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് പെപ്പർ പൗഡറും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി ഇത് ചൂടാറി കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുതായി വരുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം.